ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു കിട്ടിയിലും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ്റെ ഒരു ബട്ടർ ചെമ്മീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും ഒരു ചെറിയ ബാറ് ബട്ടറും കൂടെ ഇട്ടിട്ട് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മസാല തേച്ച് നമ്മൾ നോർമൽ മസാല ആയിട്ടാണ് തേച്ചിട്ടുള്ളത്. അതിൽ ആ ചെമ്മീൻ അതിലേക്ക് ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അപ്പുറം ഇപ്പുറം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ചെയ്യുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാടിട്ട് ഫുള്ളി കുക്കാണെന്നൊന്നുമില്ല കേട്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നല്ല ബട്ടറിൻ്റെയും ഇതിൽ നമ്മൾ ഗാർലിക് ചേർക്കുന്നുണ്ട്, അതിൻ്റെ എല്ലാം ഫ്ലേവർ വരുന്ന കാരണം നല്ല ടേസ്റ്റ് വരുന്നുണ്ട്. ഇത് ചെമ്മീൻ നമ്മൾ സാധാ നമ്മുടെ മസാല കേട്ടോ തേച്ചിട്ടുള്ളത്. അതായത് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരിത്തിരി കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ വെളുത്തുള്ളില്ലേ, അത് നല്ല സ്മോൾ പീസാക്കി നല്ല രീതിയിൽ ചോപ്പ് ചെയ്തിട്ട് അത് സെൻറ്ററിലേക്ക് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ ബട്ടറിൽ കിടന്നിട്ട് തന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് സൈഡ് ഡിഷായിട്ട് ഒന്നും ഇല്ലെങ്കിലൊക്കെ കൂടി നമുക്ക് ചെമ്മീൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിലൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇനി അതിലേക്ക് നമ്മൾ ചില്ലി ഫ്ലേക്സ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ എരിവിന് പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർക്കണില്ലല്ലോ. ചെമ്മീനിൽ നമ്മൾ ചേർത്ത ആ മുളക് പൊടി മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ഇത്തിരി കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ലാസ്റ്റ് നമുക്ക് ഇത്തിരി ഒരു മല്ലിയിലും കൂടെ വിതറിക്കഴിഞ്ഞാൽ സംഭവം റെഡിയായി. ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് ഇതുപോലത്തെ വീഡിയോസായിട്ട് വീണ്ടും വരാം. ടേക്ക് കെയർ ആൻഡ് ബൈ.